ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ബീഫ് ഡ്രൈ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. അതിനുശേഷം ബീഫ് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2-3 വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി. ബീഫ് റോസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രം വെച്ചാൽ മതി. ഞാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നീളത്തിലരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഇവിടെ 4 കിലോ ബീഫാണ് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതേ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് 4 കിലോ ഉള്ളത് കൊണ്ട് നമ്മൾ കുക്കറിൽ കൊള്ളാത്തത് കൊണ്ട് 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. ഇത് ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ആനിവേഴ്സറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏട്ടൻ തിരിച്ചു പോകുമ്പോൾ ഏട്ടന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വേറെ നമ്മൾ ചുവന്നുള്ളി, സവാള അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് അത്യാവശ്യ സമയം ഇതിലിട്ടിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. എന്നിട്ട് നല്ല ബ്രൗൺ കളറല്ല, ബ്ലാക്ക് കളറായിട്ട് മാറും. അപ്പോൾ അതുവരെ ഇത് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് അതിൽ ആ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ചാറൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്കിനി ഇതിൽ ചേർക്കാനുള്ളത് കുരുമുളക് പൊടി മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് മെയിനായിട്ട് അമ്മയാണ് കേട്ടോ അതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും. ഞാനും അമ്മയും ഹെൽപ്പ് ചെയ്യുന്നെന്ന് മാത്രം. നമുക്ക് റോസ്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പാകത്തിന് നമുക്ക് മാറ്റാവുന്നതാണ്. അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിത് കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ് ഇത് നല്ല ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് സമയം ഇത് ഒന്ന് വഴറ്റിയെടുക്കേണ്ടി വരും. അങ്ങനെ കുറേ നേരം ഈ ബീഫൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ചാറൊക്കെ കുറുകി, ഇപ്പം ചാറ് ഒട്ടുമില്ല കേട്ടോ. ആ എണ്ണയിലൊക്കെ അത് കിടന്ന് മൊരിഞ്ഞ് ആ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ഡ്രൈ റോസ്റ്റ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.